ടിവിയുടെ സ്പെഷ്യൽ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ലോകമെമ്പാടും യുദ്ധത്തിൽ കൊടുമ്പിരി കൊള്ളുമ്പോൾ ഇന്ധനവിലയും ലഭ്യതയും വളരെ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. നമ്മുടെ നാട്ടിലും പാചകവാതകത്തിന് വളരെയധികം ക്ഷാമം അനുഭവപ്പെടുന്ന ഈ സാഹചര്യത്തിൽ ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് നോക്കിക്കാണാം. ഇപ്പോൾ ഈ യുദ്ധം പ്രമാണിച്ച് ഗ്യാസ് കിട്ടാതിരുന്നാൽ എന്ത് ചെയ്യും? ഗ്യാസ് കിട്ടാതിരുന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ കിട്ടില്ല, ഇനിയിപ്പോ ഭാവിയിൽ ഗ്യാസ് കിട്ടില്ല എന്ന് തോന്നുന്നുണ്ടോ യുദ്ധം പ്രമാണിച്ച്? ഇങ്ങനെ കിട്ടത്തില്ലെന്ന് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. ഒരു പക്ഷേ അഥവാ കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? മണ്ണെണ്ണ, വിറകടുപ്പ് അതിലോട്ടൊക്കെ പോവും. ഇൻഡക്ഷൻ കുക്കറുണ്ട്. ഇൻഡക്ഷൻ ഇപ്പോൾ പുതുതായിട്ട് ഇൻഡക്ഷൻ കുക്കർ കറണ്ട് അത് നേരത്തെ ഉള്ളതാ. അത് നമ്മൾ ഇങ്ങനെ കേടാക്കാതൊക്കെ ബുദ്ധിമുട്ടില്ലാതൊക്കെ അത്. പിന്നെ ഞാൻ വിറവ് കത്തിക്കാറേ ഇല്ല, കാരണം സമയമില്ല. പക്ഷെ ഇനി ഗ്യാസ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ വിറകടുപ്പിൽ വേണമല്ലോ വീണ്ടും കത്തിക്കാനുള്ളത്. ഇനി അടുപ്പൊക്കെ കൂട്ടിയെടുക്കണം. ആ ഒരു സാഹചര്യത്തിൽ എത്തും. ഗ്യാസ് കിട്ടിയോ ഈ മാസം? ഇല്ല. ബുക്ക് ചെയ്തായിരുന്നോ? ബുക്ക് ചെയ്തിട്ട് OTP വന്നിട്ടും കിട്ടുന്നില്ല. വീട്ടിലത്തേക്കാണോ അതേ ഹോട്ടൽ അങ്ങനെ വല്ലതും ബിസിനസ് വല്ലതും ഉണ്ടോ? വീട്ടിലത്തേക്കാണ്. പക്ഷെ ഹോട്ടലിലത്തേക്ക് ഗ്യാസ് ഇല്ലാത്തതിന്റെ പേരിൽ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇനി ഗ്യാസ് കിട്ടിയില്ല എങ്കിൽ അങ്ങനെയുള്ളൊരു സാഹചര്യം വന്നാൽ എന്ത് ചെയ്യും? നമ്മൾ അടുപ്പ് വയ്ക്കും. മണ്ണെണ്ണയും വിറകിലോട്ട് വീണ്ടും അങ്ങ് പോവുമല്ലേ? ജീവിക്കണ്ടേ? അതെ, ജീവിച്ചല്ലേ പറ്റൂ. ഈ യുദ്ധം പ്രമാണിച്ച് ഗ്യാസ് ഇല്ലാത്ത ഈ ഒരു അവസ്ഥയെ കുറിച്ച് എന്താണ് അമ്മയ്ക്ക് പറയാനുള്ളത്? ഒരുപാട് കഷ്ടപ്പാടാണ്. വീട്ടിലേക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിള്ളേരെയൊക്കെ സ്കൂളിൽ വിടാനും എല്ലാവരും. ഇൻഡക്ഷൻ കുക്കർ ഉണ്ടോ വീട്ടില്? കറണ്ട് അടുപ്പൊക്കെ ഉണ്ടോ? കറണ്ട് അടുപ്പൊന്നുമില്ല. ഇല്ല. അപ്പോൾ ഗ്യാസ് ഇല്ലെങ്കിൽ നേരെ വിറകടുപ്പ്. ബുക്ക് ചെയ്യുന്നവർക്ക് കിട്ടുന്നുണ്ടോ? അറിയില്ല. എല്ലാവർക്കും കിട്ടുന്നില്ല. അപ്പോൾ ഈ ഒരു യുദ്ധം പ്രമാണിച്ച് ഗ്യാസ് ഇല്ലാത്ത അവസ്ഥ എന്ന് വെച്ചാൽ ആ ഒരു അവസ്ഥ വന്നാൽ നിങ്ങൾ പിന്നെ എന്ത് ചെയ്യും? നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. സർക്കാരിന്റെ കാര്യങ്ങളാണ് അത്. അത് ക്ലിയർ തന്നെയാണ് ആശ്രയം. യുദ്ധം കാരണം ഇനി ഗ്യാസ് ഒരിക്കലും കിട്ടത്തില്ല എന്ന പേടിയുണ്ടോ? പെട്ടെന്ന് മാറും. അതെന്താ ഉറപ്പ്? അത് പിന്നെ അതിന്റെ ആവശ്യമില്ലാത്ത അനാവശ്യമായ യുദ്ധമല്ലേ. ഇതങ്ങനെ നീണ്ടു നിൽക്കാൻ ആർക്കും പറ്റത്തില്ല. പെട്ടെന്ന് തീരും. കൂടിപ്പോയ ഒരാഴ്ചയോടെ. ഇന്നവിടെ ഞങ്ങൾ ക്യാൻറ്റീനിൽ പറയുന്നുണ്ട്, ബുക്ക് ചെയ്തവർക്ക് ഗ്യാസ് വരുന്നുണ്ട്, കൊടുത്തു തുടങ്ങി എന്ന് പറയുന്നു. പക്ഷെ എല്ലാവർക്കും അങ്ങനെ ലഭ്യമാകുന്നില്ല. എന്തായാലും ഇന്ന് ഞങ്ങൾ അറിഞ്ഞത് അങ്ങനെയാണ്. അപ്പോൾ എല്ലാവർക്കും കിട്ടുന്നില്ല എന്ന് അറിഞ്ഞ ആ ഒരു സാഹചര്യത്തിൽ പാചകത്തിലെ ഗ്യാസ് കുറയ്ക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ മാർഗങ്ങൾ ചെയ്യുന്നുണ്ടോ? വിറകടുപ്പിൽ വേവിക്കുന്നുണ്ടോ? അതിനുശേഷം വേവിച്ച വീട്ടില് വിറകടുപ്പാണ്. നേരത്തെ അങ്ങനെയുണ്ട്, വിറകടുപ്പുണ്ട്. അങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്കിപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ ബുദ്ധിമുട്ട് വന്നു. ആ സിലിണ്ടറുകൾ ഇപ്പോൾ കൃത്യസമയത്ത് ലഭിക്കുന്നുണ്ടോ? ഇല്ല. ബുക്ക് ചെയ്തായിരുന്നോ? ഇല്ല. ബുക്ക് ചെയ്തില്ല. ഇപ്പൊ വീട്ടിൽ ഗ്യാസ് ഉണ്ടോ? ഗ്യാസ് ഉണ്ട്. കഴിഞ്ഞ മാസം എടുത്തതുണ്ട്. ഇനിയിപ്പോ ഈ മാസം പിന്നെ 41 ദിവസം കഴിഞ്ഞാലേ ചെയ്യാമെന്നും പറഞ്ഞിരിക്കുകയാണ്. അയൽപക്കത്തൊക്കെ ഗ്യാസ് ലഭ്യമാകുന്നെന്നാണ് അറിയുന്നത്. പിന്നെ അതിന്റെ പരാതി ഉണ്ടെന്ന് പറയാണ്. അല്ല, കുറെ പേർക്കൊന്നും കിട്ടുന്നില്ലല്ലോ. ഒരുപാട് പേർക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ മുമ്പോട്ടും ഇതുപോലെ ഗ്യാസ് കിട്ടാത്തൊരവസ്ഥ ഒരിക്കലും കിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മൾ വിറവിൽ കത്തിക്കാൻ മടിയില്ല. അത് നിങ്ങൾ പഴയ ആൾക്കാരായതുകൊണ്ട് വിറകിൽ കത്തിക്കാൻ മടിയില്ല. പക്ഷേ പുതിയ തലമുറ വിറക് കത്തിക്കാൻ തോന്നുന്നുണ്ടോ? നമുക്ക് മടിയില്ല, നമ്മൾ കത്തിക്കും. പക്ഷെ പുതിയ വീട് വരുമ്പോ ഇതൊക്കെ ഫുഡ് കഴിക്കാറുണ്ടോ ഹോട്ടലിൽ നിന്നൊക്കെ? തീരെ നിവർത്തിയില്ലെങ്കിൽ കഴിക്കും. വീട്ടിൽ തന്നെ വേവിക്കുന്നത്. പക്ഷെ എങ്കിലും ഇപ്പൊ ഗ്യാസിന്റെ വില കൂടിയിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തില് ഹോട്ടലിലെ ഫുഡിന്റെ വിലയും കൂടത്തില്ലേ? കൂടും. അപ്പൊ പിന്നെ എങ്ങനെ കഴിക്കും? കഴിക്കാതിരിക്കോ? 500 ആയാലും നമ്മൾ കഴിക്കാതിരിക്കോ? കഴിക്കും. പരമാവധി കഴിക്കാൻ ശ്രമിക്കില്ല. കുറഞ്ഞ ഭക്ഷണമായിരുന്നാലും വീട്ടിൽ നിന്ന് കഴിക്കാൻ നോക്കും. അപ്പോൾ ഈ പ്രതിസന്ധി മറികടക്കാൻ സർക്കാരിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത്? സർക്കാർ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? ഇല്ല, ജനങ്ങളുടെ വാക്കിന് സർക്കാരിന് ഒരു വിലയില്ല. ഇല്ല, ജനങ്ങൾ പറഞ്ഞ് ഇംഗ്ലാവ് വിളിച്ചിട്ട് കൊടി വിളിച്ചിട്ട് ഒരു പുണ്യമില്ല. അധികാരമുള്ളവൻ ഭരിക്കും, അവൻ ജീവിക്കും.
മറ്റുള്ളവർ നമ്മൾ അവരുടെ പിൻഗാമികൾ. മുമ്പ് അയക്കാൻ പറഞ്ഞാൽ മുമ്പ് അയക്കും, അടി നമുക്ക്, ചക്രം അവർക്കും. അങ്ങനെയല്ലേ? വരുമോ, വാർത്തയിൽ വരുമോ? അല്ല പറഞ്ഞാലേ അടി ചെണ്ടയ്ക്കും ചക്രം മാറാൻ. അപ്പൊ ഇതിന് അവസാനം എന്താവും? ഗ്യാസ് വില കുറയോ? വില ഇപ്പൊ കൂടിക്കൊണ്ടിരിക്കുകയല്ലേ? 1500 ആവും. പിന്നെ ബ്ലോക്ക് ഉണ്ട്, 1500 രൂപ വിൽക്കുന്നവരുണ്ട് സ്റ്റോക്ക് ചെയ്തിട്ട്. പലയിടത്തും ഉണ്ട്. അങ്ങനെ ഉള്ളടം കാണും. നമ്മളിൽ പൈസ ഇല്ല, ഒരെണ്ണം എടുക്കാനുള്ള പൈസ ഇല്ല. 1000 പേര് ഒരെണ്ണം എടുക്കും. അത് തീരുമ്പം പിന്നെ 1-2 കുറ്റി ഉണ്ടെന്നുള്ളതേ ഉള്ളൂ. അത് തീരുമ്പം പിന്നെ ഒരു 1000 പഴി കൊണ്ടുവന്ന് വീണ്ടും 3 മാസം വെച്ചേക്കും. എല്ലാ അടുപ്പിലും തന്നെ ഉപയോഗിക്കണത്. എല്ലാം അടുപ്പിൽ വെച്ചിട്ട് ഗ്യാസിനെ സേവ് ചെയ്ത് വെക്കും. അങ്ങനെയുള്ളവർക്ക് പ്രശ്നമില്ല. പക്ഷെ എപ്പോഴും ഗ്യാസിൽ പാചകം ചെയ്യുന്നവർക്ക് ഇത് വളരെ അങ്ങനെ ചെയ്യൂല. നമ്മൾ അത്യാവശ്യം ചായയൊക്കെ പുറത്താറ് വിറവൊക്കെ കിട്ടുമെങ്കിലേ പുറത്തിട്ട് ചോറൊക്കെ വെക്കും. പിന്നെ കാപ്പി ഇടാനോ പലഹാരം ഉണ്ടാക്കാനോ ഇത് പോയി. സിറ്റിയിലൊക്കെ താമസിക്കുന്നവർക്കാണ് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്. അങ്ങനെയല്ല, യുദ്ധം കാരണം ഗ്യാസിനുണ്ടായ വിലക്കയറ്റവും ക്ഷാമവും സാധാരണ ജനങ്ങളെ ഒരുപാട് ബാധിക്കുന്നുണ്ട്. ഈ ഒരു പ്രതിസന്ധി എത്രയും പെട്ടെന്ന് മാറട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.